ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ജാമ്യഹർജി തള്ളിയാൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താനായിരിക്കും SITയുടെ നീക്കം. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും A. പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. R. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ, പറയൂ. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളാണ് കോടതി കേന്ദ്രീകരിച്ച് ഇന്ന് നടക്കുന്നത്. സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയശ്രീയുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ എത്തുന്നുണ്ട്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, താൻ ഈ കേസുമായി സഹകരിക്കാൻ തയ്യാറാണ്, തനിക്ക് ഈ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നടപടിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് ജയശ്രീ പ്രധാനമായി ഉയർത്തുന്ന വാദം. എന്തായാലും സുപ്രീം കോടതി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതേസമയം കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തുന്ന 3 പ്രധാനപ്പെട്ട ഹർജികളാണ്. 2 കേസുകളിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 ജാമ്യാപേക്ഷകളാണ് എത്തുന്നത്. കട്ടളപ്പള്ളി സ്വർണ്ണ കൊള്ളക്കേസിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ ഇത് മോഷ്ടിച്ച കേസിലുമാണ് 2 ജാമ്യാപേക്ഷയും എത്തുന്നത്. തനിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല, ഉദ്യോഗസ്ഥർ തന്ന കാര്യങ്ങൾ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തത്, അത് നിയമാനുസൃതമാണ് താൻ ചെയ്തത്, ഇക്കാര്യത്തിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ചെമ്പാണ് കൊണ്ടുപോയതെന്ന് താൻ അറിയില്ലായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ വസ്തുതാപരമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി ഈ കേസിൽ എന്ത് തീരുമാനം, എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വാദം കൂടി പരിഗണിച്ചായിരിക്കും. പ്രോസിക്യൂഷൻ തുടക്കം മുതൽ ഈ കേസിലെ ഒരു പ്രതികൾക്കും ജാമ്യം നൽകിയതെന്ന നിലപാടിൽ തന്നെയാണ്. കാരണം ഈ കേസ് ഇപ്പോഴും അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയാണ്. ഉന്നതരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ഉന്നതരുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ജാമ്യം നൽകരുതെന്ന വാദമാണ് നേരത്തെ തന്നെ SITയുടെ ഭാഗമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകരുതെന്ന വാദം പ്രോസിക്യൂഷൻ ആവർത്തിച്ച് വ്യക്തമാക്കും. മറ്റൊന്ന്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലൊരാളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയാണ്. ദ്വാരപാല ശില്പ കേസിലാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തുന്നത്. താൻ ഉദ്യോഗസ്ഥർ ചെയ്തത് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, കൂട്ടുത്തരവാദിത്തം മാത്രമാണ് തന്റെ പക്കലുള്ളത്. പക്ഷെ തന്നെ മാത്രം പ്രതിയാക്കിയ രീതി അത് ശരിയല്ല. ദേവസ്വം ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് സ്വർണം ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് പത്മകുമാറിന്റെ വാദം. എന്തായാലും പ്രോസിക്യൂഷൻ ഇതിനെയും ഖണ്ഡിക്കുന്നുണ്ട്. കാരണം ഇതിൽ കൃത്യമായ ഇടപെടൽ പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടായതായുമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും ഈ 2 കേസിലും വിശദമായ വാദം കേൾക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതി വിധിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ നേരത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.